ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലിയിൽ കാണാൻ പോയവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പോയിട്ടിപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഒട്ടകം ഉണ്ട് കേട്ടോ. അതായത് കയറി ചെല്ലുമ്പോഴേ ആദ്യം ഒട്ടകത്തിലിട്ടതാണ്. പിന്നെ നമ്മൾ ആദ്യമുള്ള പ്ലാന്റലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ നിന്ന് തരും അവർ. പിന്നെ അത് നമ്മൾ അവർക്ക് ഇങ്ങനെ വഴി വെച്ചെടുത്താൽ മതി. നമ്മളൊന്നും അവർ ജീവിക്കില്ല കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ബേഡ്സൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. ചിലതിനൊക്കെ പേരറിയ, ചിലതിനൊക്കെ പേരൊന്നും അറിയില്ല. നമുക്ക് കുതിരയുടെ മേലൊക്കെ മക്കളോ കാര്യങ്ങളൊക്കെ ഇരുത്താനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ കിളികളാണെങ്കിൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ അവരുടെ ഫുഡ് കയ്യിൽ വെക്കുമ്പോഴേക്കും അവർ വന്ന് കയ്യിൽ കയറി ഇരിക്കും. എന്താ പറയുക, മക്കൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും പോവാം, വലിയവർക്കും ഇഷ്ടപ്പെടും. ചിലവർക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ, വലിയ ആൾക്കാർക്ക് തന്നെ, പ്രായമുള്ളവർക്ക് തന്നെ. ചിലവർക്കൊക്കെ ഇങ്ങനെ കോഴികൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. അവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ പ്ലേസ് വരുന്നത് ചാവക്കാടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക. അടിപൊളി പ്ലേസാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങൾ പോയത് വീട്ടിൽ നിന്ന് വളയങ്ങൾ വരെ ഓട്ടോയിലാട്ടോ പോയത്. പിന്നെ അവിടെ നിന്ന് നേരെ ബസ് കയറിയിട്ടാട്ടോ വന്നത്. കുന്നംകുളം വന്നിറങ്ങി. പിന്നെ ചാവക്കാടിക്കുള്ള ബസ് കയറി. പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണുക. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക. ഫോണൊക്കെ അവൈലബിൾ ആട്ടോ. ചില സ്ഥലങ്ങളിൽ പോയാൽ ഫോണൊന്നും എടുക്കാം, ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. വ്ളോഗ് എടുക്കുന്നവർക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഓൺ വോയിസ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ പലരും പലതാണ് സംസാരിക്കണത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കണത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു വീഡിയോ ഓൺ വോയിസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു വട്ടം പോയാൽ പിന്നെ നമുക്ക് പോകാൻ തോന്നും. പിന്നെ അവിടെ എത്തി ഞങ്ങൾ നന്നായിട്ട് എല്ലാം എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ദിവസമായിരുന്നു അന്ന്. പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോൾ ഞങ്ങൾ ബസ് കയറിയപ്പോൾ മോളെ വള മിസ്സായി കേട്ടോ. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഉമ്മ കയറി. പിന്നെ അതിന് ബാക്കിലാണ് ഞാൻ കയറിയത് ഉമ്മ കണ്ടിട്ടില്ല. അപ്പോൾ ഉമ്മ എന്നെ കാണാത്ത ഒരു ടെൻഷനിൽ ഉമ്മ കുട്ടീനെ വല്ലാതെ ശ്രദ്ധിച്ചില്ല. പിന്നെ കുട്ടി ഇരുന്നപ്പോൾ കുട്ടി കരയുന്നുണ്ട്. കരഞ്ഞപ്പോൾ ഒന്ന് വിചാരിച്ച് എന്നെ കാണാനിട്ടാണ്. അപ്പോൾ മറ്റാളെ വള ആരോ ഊരി കയ്യിലാക്കിയിരിക്കണേ. പിന്നെ ഉമ്മ കുട്ടീൻ്റെ കൈ ഇങ്ങനെ മറ്റേ വള ഇങ്ങനെ വലിക്കുന്നുണ്ട്. അപ്പോഴും നോക്കുമ്പോൾ മറ്റേ വള കാണാനില്ലല്ലോ എന്ന് ആലോചിക്കണേ. അങ്ങനെ എന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് വള കാണാനില്ല പറഞ്ഞ്. ഒരു ആ ബസ് മൊത്തത്തിൽ തിരഞ്ഞു. അപ്പം പറഞ്ഞ ഊരി കളിച്ചതാ തോന്നുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ആരും സംശയിക്കില്ലല്ലോ. നേരെ നിലത്തൊക്കെ നോക്കി. ഞാൻ വിചാരിച്ചു ഇനി ബസ് നിർത്തിയതിന് ശേഷം നോക്കാം. പിന്നെ ഉമ്മ പറഞ്ഞത് ഇങ്ങനെ ഒരാൾക്ക് എണീച്ച് തന്ന്. അങ്ങനെ ഞാൻ ഇരുന്ന്. പിന്നെ അതിന് ശേഷമാണ് ഓൾ കരയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കാണാനായിട്ടാവുന്നത്. ഓള് സാധനങ്ങളൊന്നും ഒരാൾക്ക് തൊടാനൊന്നും കൊടുക്കില്ല. അതായത് വളയും മാലൊന്നും ഊരാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഓൾ കരഞ്ഞ സംഭവം ഊരിയോണ്ടാണ് കരഞ്ഞത്. പക്ഷെ നമുക്കറിയില്ല. പോകേണ്ട മുതലാണെങ്കിൽ പോകും, അതത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ലൊരു വിഷമമായി. എനിക്ക് വരെ നമ്മുടെ ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവിടുന്ന് ഓരോരുത്തരുന്ന് പോയത്. ആദ്യമായിട്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ വന്നത്. പിന്നെ ഒരു ചരടിട്ടിട്ട് പാളെ കെട്ടി കൊടുക്കുകയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതാണെങ്കിൽ നമ്മളങ്ങനെ എന്താ പറയുക, ഷോക്സ് ഇട്ട് നോക്കിയാൽ ഒന്നും ചെയ്തില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ബസ്സിൽ പോകുമ്പോൾ. പിന്നെ നമ്മളെ ആണുങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലും ബസ്സിലാട്ടോ പോവുക. അപ്പോൾ ഇതുവരെ നല്ല തിരക്കുള്ള ബസ്സിലൊന്നും പോയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ വന്നപ്പോൾ നമുക്കിപ്പോൾ ബസ്സിൽ പോകാൻ തന്നെ പേടിയായിരിക്കണം കേട്ടോ. ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ എല്ലാവരും വന്ന് എടുക്കും പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. എടുക്കേണ്ടത് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കാം. എല്ലാവരും നമ്മളെപ്പോലെ ആവണമെന്നില്ലല്ലോ. പിന്നെ ഇതാ അവിടെ ഒരുപാട് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവർക്ക് നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവരിങ്ങനെ വാങ്ങിച്ചിങ്ങനെ കൊത്തി കഴിക്കും കേട്ടോ. നല്ല രസമാണ്. നമ്മൾ വെയിലൊക്കെ വന്നിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണുക, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ ലൈറ്റായത്. അപ്പോൾ ഈ ഒരു സങ്കടത്തിലൊക്കെയാണ്. പിന്നെ മൂത്തമ്മ ഗൾഫിൽ പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി, മൂത്തമ്മൻ്റെ വീട്ടിൽ പോയി. അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ഥലങ്ങൾ പോവുകയൊക്കെ ചെയ്തിരുന്നു. ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല, ഫുൾ ബിസി ആയിക്കണം. വീഡിയോ എടുക്കാനുള്ളൊരു ടൈമും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഓരോ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മോളുടെ കൈ കാണുമ്പോൾ നമുക്കിങ്ങനെ സങ്കടം വരും. രണ്ടുമാണ് ഒരേപോലത്തെ ഇട്ട് കൊടുത്തതായിരുന്നു. പെട്ടെന്ന് അതാണ് പോകും. ഇങ്ങനെ ആലോചിച്ച് ഇപ്പം എന്നും കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ.
അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി ഈ സ്ഥലം കാണാം, മക്കളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഫോണും ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഫോൺ ഇങ്ങനെ കട്ടാവുന്നുണ്ട്. അപ്പോൾ വോയിസ് കട്ടായിട്ടാട്ടോ നിങ്ങളൊക്കെ കാണാൻ പറ്റുക. പിന്നെ അവർക്കിവിടെ എന്താ പറയുക, ഇങ്ങനെ ടാപ്പും കൈ കഴുകാനുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളെല്ലാത്തിനും ഇങ്ങനെ കയ്യിൽ പിടിച്ചതല്ലേ, അപ്പോൾ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൈ കഴുകാനുള്ള സംവിധാനം അവരെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ പോയിട്ട് അവിടെ പോയിട്ട് കൈയൊക്കെ കഴുകാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് ടൈപ്പ് ആടും പശുവും കുതിരയും ഒക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് എന്താ പറയുക ലവിച്ചിനൊക്കെയുള്ള ആടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാളിൻ്റെ അവിടെ ലവിച്ചിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇത് ലാസ്റ്റ് എടുത്ത വീഡിയോ ഇതാട്ടോ. അപ്പോഴൊക്കെ അവളുടെ കയ്യിൽ ഇങ്ങനെ വളമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുക്കണോണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ലാസ്റ്റ് എപ്പോഴും അവളുടെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കണോണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടോ. കാരണം നമുക്ക് ഫോണിൽ മറ്റേ സാധാരണ ഇപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും വീഡിയോ എടുക്കില്ലല്ലോ. അപ്പോൾ വീഡിയോ എടുക്കണോണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായി ഏത് വരെ അവളുടെ കൈമ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലായി. അങ്ങനെയായിട്ട് നമുക്ക് ബസ്സിൽ നിന്നാണ് പോയി തന്നെ കൺഫേം ചെയ്യാൻ പറ്റിയത് വീഡിയോ എടുക്കണോണ്ട്. അപ്പോൾ വീഡിയോ എടുക്കണോണ്ട് നമുക്ക് ഉപകാരങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. ചിലർക്കൊക്കെ ഭയങ്കര നെഗറ്റീവ്, വീഡിയോ ഒക്കെ എടുക്കുക എന്തിനാ യൂട്യൂബ് ചാനലിനൊക്കെ. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി വീഡിയോ എടുക്കണോണ്ട് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. അതുവരെ അവളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ എന്നുള്ളത് മനസ്സിലായി. പോവാനുള്ളത് പോവുക, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇനിയും ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. ഇനിയും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബൊന്നും ആരും ചെയ്യണില്ല കേട്ടോ, വ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലാണ് ഞാൻ ഇടുമ്പോഴേക്കും വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.